എന്തെങ്കിലും ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള്, പ്രധാനാധ്യാപകൻ, സദറുസ്താദ്, ഹെഡ്മാഷ് ഒരു ഫോം തരും. ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര്, അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ്, അതിൻ്റെ താഴെ ഉണ്ടാവും വീട്ടുപേര്, അതിൻ്റെ താഴെ ഉണ്ടാവും വിലാസം, അതിൻ്റെ താഴെ ഉണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായതുകൊണ്ട് രക്ഷിതാവാകൂല, ആവുമെങ്കിൽ 2 കോളം വേണ്ട. ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോക്കിക്കോളി. സ്കൂളിൽ ചേർക്കാൻ ചെന്നാൽ, മദ്രസയിൽ ചേർക്കാൻ ചെന്നാൽ, കോളേജിൽ ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായാ പോരാ, രക്ഷിതാവാകണം. പിതാവാകൽ നല്ല രസമുള്ള പരിപാടിയാണ്. രക്ഷിതാവാകാനേ ഓർക്കണ്ടൊഴിച്ചേണ്ടി വരും, വെറുതെ നടക്കൂല. പിതാവാകൽ നല്ല രസമാണ്. മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക. ഇപ്പൊ കുറച്ച് വില കുറവാണ് ഇത്തരം മൂരിക്ക്. എന്നിട്ട് വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവാകുക. എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിൻ്റെ പേര്. 2ാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങേറുണ്ടാവും. രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് പേരണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ലോണം അധ്വാനം ഉണ്ടായിന് തന്നെ ഈ പറഞ്ഞ സംഗതി. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അവനവൻ്റെ മക്കളെ നോക്കാൻ അവനാ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതന്നെ സംഗതി. കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം. എങ്ങനെ സ്വഭാവം ശരിയാക്കല്? മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും. ഇതിപ്പോ വാപ്പയമ്മയും കുട്ടികളെ പഠിപ്പിച്ചിക്കാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞോളൂണ്ടു. ദേഷ്യം പെടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വാപ്പ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്ത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിന്റെ രൂപത്തിലാണ് കയറുക. അത് വാപ്പ പഠിപ്പിക്കാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞോളൂണ്ടു. അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതെനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു. പ്രഷറിന്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കി. പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോന്ന് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഗുളികൻ കുടിച്ചാളി, ഒരു നേരം കൊണ്ട് ശരിയാണില്ലെങ്കിൽ 2 നേരം കുടിച്ചോളി. പ്രഷറിന്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട. ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. ദേഷ്യം പൈശാചികമായ സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, ദേഷ്യം പഠിക്കുന്നത്. സ്വഭാവം കേടുവരെ എപ്പോഴും എവിടെ നിങ്ങൾ അദബ് പാലിച്ചില്ലെങ്കിലാണ്. അദബ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും, അദബ് പാലിച്ചില്ലെങ്കിൽ ഇബാദത്തുകൾ കേടുവരും, ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും. അദബ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിന്ന് പോണ്ടങ്ങള് ഇല്ല. അന്ന് എൻ്റെ ഒപ്പം ഒന്ന് ചൊല്ലിക്കോളി. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب الأربي ارتكبت على الخطأ غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب العربي. സ്വഭാവം ശരിയാക്കുക. എങ്ങനെ സ്വഭാവം ശരിയാക്കുക? പാപ്പാൻ്റെയും മാൻ്റെയും സ്വഭാവം ശരിയാവുമ്പോൾ തന്നെ നമുക്കൊരു 3 സെന്റ് സ്ഥലവും അതിൽ ചെറിയൊരു പെരയെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും പാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുള്ളൂ. കുട്ടികളുടെ സ്വഭാവം കേടെടുത്തുന്നത് വാപ്പിയും തന്നെയാണ്, ഉമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ വാപ്പാൻ്റെ കീശേന്ന് 100 ഉറുപ്പിക എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ?
ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ. ഇതുവരെ കഴിച്ചുന്നവരൊക്കെ അതപ്പം നോക്കിക്കണം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, അവരൊക്കെ മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ. അപ്പൊ എന്താ പറഞ്ഞാൽ നിങ്ങള് ഒരക്കാണ്ട ഒന്നുകൂടി ചൊല്ലിക്കാണി. അന്ത മുൻജീന ഗദൻ മിൻ ശഫാഅതിക الصفا من لنا مثلك يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي. പാപ്പാന്റെ കീശയിൽ 100 ഉറുപ്പിക എടുത്തു. അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ചോദിച്ചു, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു തരൂല. തരൂലെന്ന് പറഞ്ഞപ്പോ അമ്മോൻ പറഞ്ഞു, എന്നാ അപ്പാന്റെ കീസേന്ന് പറഞ്ഞപ്പോത്തിന് 10 ഉറുപ്പിക കൊടുത്ത് കൊണ്ടുപോയി തിന്നട ഐസ്ക്രീം പണ്ടാറക്കാൻ എന്നാണ് കൊടുത്തു. ഇതിന്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്. ആരെ പഠിപ്പിച്ചത്? ഉമ്മ. 100 ഉറുപ്പിക എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല. എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ എൻ്റെ അടുത്ത് എടുത്തച്ച് എന്തെങ്കിലും ഉണ്ടോ, അത് നല്ല ഉഷാറായിക്കാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ കൊണ്ട് എടുക്കേണ്ടി വരും. എടുത്ത എന്ത് വേണമെന്നറിയാം ഞങ്ങള്? പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കുട്ടി കേൾക്കുമ്പോ മനസ്സിലായി കട്ടതല്ലല്ലേ. അങ്ങനെ ചെയ്യണം. അല്ലാതെ അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക.